ഹലോ എവ്രി വൺ, ഏവർക്കും ഫ്ലൈം ബേഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സോസേജ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. സോസേജ് സ്ക്യൂവർ എന്ന് പറയും, അല്ലെങ്കിൽ കെബാബ് എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. ഈസി മെത്തേഡാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. കസാരോ ക്രീമറിയുടെ ഒരു ന്യൂ പ്രോഡക്റ്റാണ് ചിക്കൻ സോസേജ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ക്യൂർ റെഡിയാക്കുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് ചിക്കൻ സോസേജ്. ഈ സോസേജ് എന്നല്ല, ഏത് സോസേജ് ആയാലും കുഴപ്പമില്ല. ചിക്കനോ മട്ടണോ ബീഫോ പോർക്കോ ഏതായാലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. ഞാനിവിടെ 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒന്ന് റെഡും യെല്ലോയും. പിന്നെ ഇതിന് സ്ക്വയർ ആവശ്യമുണ്ട്, വുഡൻ സ്ക്വയർ ആവശ്യമുണ്ട്, അത് വേണം. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഹെർബുകളും മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ സോസേജ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ഇഞ്ച് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം, സ്ക്വയർ പീസുകളായിട്ട്. വീണ്ടും നമ്മുടെ യെല്ലോ ക്യാപ്സിക്കം നമുക്ക് എടുക്കാം. അതും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും, ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മളൊരു സോസ് തയ്യാറാക്കണം. അതിനായി ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കാം. അതിലേക്ക് ഇറ്റാലിയൻ ഹെർബായ റോസ്മേരി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക. 1 2 പിഞ്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പെപ്പർ പൗഡറാണ് വേണ്ടത്, അതും ഒരു 2 പിഞ്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഇറ്റാലിയൻ ഹെർബ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഹെർബ് മിക്സ് ചെയ്തൊരു ഇതുണ്ടാവും, പിസ്സയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടും അത്. ആ ഹെർബ് അതും ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസാണ് കേട്ടോ. അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് സോൾട്ടാണ്. അതും ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഈ സോസേജുകളിൽ ഇത്തിരി ഉപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ കേട്ടോ. കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഞാനത് ഫസ്റ്റ് പറയാൻ മറന്നുപോയി. പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ്, അത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട് അത് അങ്ങനെ സ്ക്വയർ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക. അതും കൂടി ഇതിനാവശ്യമാണ്. അതിന് ശേഷം നമ്മൾ ഈ സ്ക്യൂർ ഒരെണ്ണെടുത്തിട്ട് അങ്ങനെ സോസേജ് കുത്തി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് ഒരു യെല്ലോ ക്യാപ്സിക്കം വയ്ക്കുക, റെഡ് വയ്ക്കുക, പൊട്ടറ്റോ വയ്ക്കുക, അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ, ഒലിവ് ഓയിലും ഹെർബുകളൊക്കെ ഇട്ടിട്ടുള്ള മിക്സ്, ആ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക, കാരണം അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കണമല്ലോ. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് എടുക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിത്
ഗ്യാസ് ഓണാക്കി പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിന് മുകളിലേക്ക് ഈ ഓരോ സ്ക്യൂറുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ട് വേണം സ്ക്യൂറുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കാണാൻ നല്ല കളർഫുള്ളായിട്ടിരിക്കണില്ലേ? നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തോരം ഉണ്ടാക്കിയാലും മതിയാവില്ല. അതുമാതിരി പെട്ടെന്ന് തീരും. അത്രയ്ക്കും ടേസ്റ്റിയുള്ളതായിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, അധികം ടൈമും വേണ്ട. പിന്നെ ഇത് സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ. സ്പീഡിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കരുത്, കരിഞ്ഞു പോവും. വളരെ സ്ലോവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഒരു ഫ്രൈ ചെയ്ത പോലത്തെ ഒരു കളർ വരുമല്ലോ. ഒരു ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. അപ്പം സ്ലോവിൽ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സോസേജ് സ്ക്യൂർ റെഡി ആയിട്ടുണ്ട്. സെർവിങ് ട്രേയിലേക്ക് നമുക്കിത് മാറ്റാം. നല്ല മണമുണ്ട്. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കാം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.